ഇന്ന് എൻ്റെ അനിയത്തിയും ഫാമിലിയായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ, മന്തി ഉണ്ടാക്കുക എന്ന്. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, കുക്കിംഗ് ഒരു കലയാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കുക്കിങ്ങിന് ഒരു കലയുമല്ല, ഒരു തേങ്ങയല്ല, ഒരു ചക്കയല്ല, ഒരു മാങ്ങയല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് അത് നമ്മൾ ഇഷ്ടത്തോടെ അതിനോട് ഒരു ഇൻട്രസ്റ്റോടെ ചെയ്താൽ മാത്രമേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. മറ്റുള്ളവർക്ക് പല വിശ്വാസങ്ങൾ കാണാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ആരെയും കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല കുക്കിംഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ മന്തി നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. കണ്ണിക്കണ്ട യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ട് റെസിപ്പീസ് അടിച്ചു മാറ്റി തന്നെയാണ് ഞങ്ങളിവിടെ മന്തി കുക്ക് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഫേസ് ചെയ്തായിരുന്നു. പക്ഷേ എങ്കിലും എൻഡ് റിസൾട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. നമ്മളിതൊരു വ്ളോഗായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മന്തി. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, തെറ്റില്ലാത്ത രീതിയിലാണ് മന്തി വന്നത്. പക്ഷേ എൻ്റെ അനിയത്തിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് അടിച്ചേക്കാം, പക്ഷേ സാരമില്ല, അത് ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നത്. മന്തിയും മയണൈസും പിന്നെ ആ ടൊമാറ്റോ ചട്നിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ലഞ്ചായിരുന്നു. എല്ലാവരും ആസ്വദിച്ച് വയറ് നിറയെ കഴിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ.